ഒരു കീം ആസ്പിരൻറ്റും കൗൺസിലിംഗ് സ്റ്റേജിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിതാണ്. കീം ആസ്പിരൻസിന് ഈ സീസൺ ഉപദേശ ചാകരയാണ്. യൂട്യൂബ് ചാനൽ വളർത്താനുള്ള ത്വരയിൽ പലരും ആവശ്യത്തിലധികം ഉപദേശങ്ങൾ, ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ വാരിക്കോരി ചൊരിയുന്ന ടൈമാണ്. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വിദഗ്ധ ഉപദേശമാണ് KRF റാങ്ക് നോക്കി കീം അലോട്ട്മെൻറ്റിന് തയ്യാറാവൂ എന്നുള്ളത്. സ്വതവേ നല്ല നിലവാരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ബ്രില്യൻറ്റ് പാല, എക്സാം ബൈ ലേണിംഗ് ഒക്കെ ഈ KRF റാങ്കിങ് കുട്ടികൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തായിട്ട് അറിയാൻ കഴിഞ്ഞു. അതുപോലെയൊക്കെയുള്ള സ്കൂൾ, ഹയർ സെക്കൻഡറി ലെവലിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന നല്ല സ്ഥാപനങ്ങൾക്ക് പോലും എഞ്ചിനീയറിംഗിലെ ഫീൽഡ് യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ റിയാലിറ്റിയിൽ അല്പം ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഇതിനാൽ വ്യക്തമാകുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രസിദ്ധീകരിച്ച ഈ പറഞ്ഞ KRF റാങ്കിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വല്ലാത്തൊരു റാങ്കിങ്ങാണ്. വിജയ ശതമാനത്തിലും പ്ലേസ്മെൻറ്റ്സിലും ഒക്കെ ഇന്നാട്ടിലെ ഏറ്റവും മോശം പെർഫോമൻസ് കാണിക്കുന്ന പല കോളേജുകളും മുകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ കേരളത്തിലെ ടോപ്പ് 50 എഞ്ചിനീയറിംഗ് കോളേജ് റാങ്ക് ലിസ്റ്റിൽ RIT കോട്ടയം ഇല്ല, കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല, പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല, ചെങ്ങന്നൂർ IHRD ഇല്ല. മനസ്സിലാക്കണം, ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. എന്നാൽ ഇതിൽ ലോജിക്ക് എന്നൊന്നും കാണാനില്ല. ഇത് നോക്കി അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ ആഹ്വാനം ചെയ്ത ഈ റാങ്ക് ലിസ്റ്റിനെ മഹത്വവൽക്കരിക്കുന്ന സ്ഥാപനങ്ങളും യൂട്യൂബേഴ്സും മനസ്സിലാക്കുക, ഇത് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ആണെങ്കിൽ ഇതുക്കും മേലെ പല റാങ്ക് ലിസ്റ്റുകളുണ്ട്, സർവേസ് പലതുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് തന്നെ എടുക്കാം. ആ റാങ്ക് ലിസ്റ്റിൽ കേരള സ്റ്റേറ്റ് റാങ്ക് 4, 5, 7 സ്ഥാനം നേടിയവരാണ് RITയും കണ്ണൂരും പാലക്കാടും കോളേജുകൾ. ആ കോളേജുകൾ ഇവിടെ KRFൽ ആദ്യ 50-ൽ പോലുമില്ല. ഈ റാങ്ക് ലിസ്റ്റാണ് നാളെ അലോട്ട്മെൻറ്റിലേക്ക് കിടക്കുന്ന കുട്ടികൾക്ക് റെഫറൻസ് ആയിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഡോക്യുമെൻ്റ്. ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടോ, ഗൂഢാലോചനയുണ്ടോ? രാജ്യത്തെ 1-ാം നമ്പർ ടെലികോം ഓപ്പറേറ്റർ ആയിരുന്ന BSNLനെ സ്വന്തം ഗവൺമെൻറ്റും അധികാരികളും പരാജയപ്പെടുത്തിയ അതേ കഥ പല മേഖലകളിലും ആവർത്തിക്കപ്പെടുന്നതായിട്ട് വരികൾക്കിടയിലൂടെ വായിക്കുന്നവർക്ക് ബോധ്യപ്പെടും. ഡിയർ അലൂമിനിയസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, RIT കേരള എഞ്ചിനീയറിംഗ് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 50-ൽ സ്ഥാനം അർഹിക്കാത്ത കോളേജാണോ RIT കോട്ടയം? ഡിയർ അലൂമിനിയസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, GC കണ്ണൂർ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള യോഗ്യത നിങ്ങളുടെ കോളേജിന് ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡിയർ അലൂമിനിയസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ്, SCT എഞ്ചിനീയറിംഗ് കോളേജ്, വയനാട് ആൻഡ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജസ് KRF 2024 റാങ്കിങ്ങിൽ നിങ്ങളുടെ കോളേജുകളുടെ സ്ഥാനം നീതീകരിക്കാനാവുന്നതാണോ? നിങ്ങളുടെ കോളേജിന് മുകളിൽ സ്ഥാനം പിടിച്ച കോളേജുകൾ ഏതൊക്കെയെന്ന് കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതിനൊക്കെ യൂട്യൂബിൽ കിട്ടുന്ന പ്രചാരവും അഡ്മിഷനിൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു കീം ആസ്പിരൻറ്റും കൗൺസിലിംഗ് സ്റ്റേജിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിതാണ് KRF 2024 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് അല്ല ഇതിനെ വിളിക്കേണ്ടത്. ദിസ് ഈസ് ജസ്റ്റ് കേരളാസ് ഇല്ലോജിക്കൽ റാൻഡം ഫിഗേഴ്സ്. എന്തടിസ്ഥാനത്തിലാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതെന്നും ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം KRF വെബ്സൈറ്റ് തന്നെ പറയും. ഒന്ന് കണ്ടു നോക്കി. ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ്, നോളജ് ഡിസമിനേഷൻ ആൻഡ് റിസർച്ച് എക്സലൻസ്, ഗ്രാജുവേഷൻ ഔട്ട്കം, ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സെക്യുലർ ഔട്ട്ലുക്ക്. ഇതിൽ എവിടെയാണ് RITയും കണ്ണൂരും പാലക്കാടും പിന്നിലേക്ക് പോയത്? മനസ്സിലാവുന്നില്ല. ഒരു യുക്തി കൊണ്ടും മനസ്സിലാവില്ല. പ്രോപ്പർ റിസർച്ച് ചെയ്യാതെ പലരും കുട്ടികളിലേക്ക് ഇത്തരം മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആധികാരികത, റെലവൻസ് ഒക്കെ പഠിച്ചിട്ട് മാത്രമായിരിക്കണം അത് ചെയ്യേണ്ടത്. കൂടാതെ കുട്ടികളും പാരൻസും മനസ്സിലാക്കുക, ഇത്തരത്തിൽ പല സ്ട്രേഞ്ച് വാർത്തകളും ക്ലെയിംസും അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങും. നിങ്ങൾ അതിൻ്റെ ഇരകളാവരുത്. ആ മട്ടുപ്പാവിൽ, ആ നടുമുറ്റത്ത് 100% പ്ലേസ്മെൻറ്റ് അവകാശപ്പെട്ട് വലിയ ഫ്ലെക്സൊക്കെ കാണും. ആ പ്ലേസ്മെൻറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ അറിയണം. ലക്ഷങ്ങളുടെ ഫീസ് വാങ്ങിച്ച ഒടുവിൽ കോൾ സെൻറ്റേഴ്സിൽ 5000 രൂപയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുത്തിട്ട് 100% പ്ലേസ്മെൻറ്റ് എന്ന് വീമ്പ് പറയുന്ന കോളേജുകളിൽ ഒന്നും കിട്ടാത്ത എക്സ്പോഷറും ഫാക്കൽറ്റീസും ക്വാളിറ്റി പ്ലേസ്മെൻറ്റും ക്യാമ്പസ് ലൈഫും ഒക്കെ കിട്ടുന്ന ഇടങ്ങളാണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവഗണിക്കപ്പെട്ടു പോയ ആ നല്ല കോളേജുകൾ. ഇതിൽ അട്ടുമുറിയോ അഴിമതിയോ അനാസ്ഥയൊക്കെ ആരോപിക്കാൻ സമയം കളയുന്നില്ല. പക്ഷേ ഒന്ന് പറയാം, കുട്ടികളും മാതാപിതാക്കളും കരുതിയിരിക്കുക, റാങ്ക് ലിസ്റ്റുകൾ പലതുണ്ട്. NIRF, NBA അക്രഡിറ്റേഷൻ, NAC അക്രഡിറ്റേഷൻ, അങ്ങനെ പലതുണ്ട്. പലതും ശുദ്ധ പൊള്ളത്തരമാണ്. സത്യം പറയാൻ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിനെ മാത്രം ആശ്രയിക്കരുത്. പാസ് പെർസെൻറ്റേജ്, ക്വാളിറ്റി പ്ലേസ്മെൻറ്റ്സ്, ഹയർ സ്റ്റഡീസ്, ഫാക്കൽറ്റി ക്വാളിഫിക്കേഷൻ തുടങ്ങിയുള്ള പാരാമീറ്റേഴ്സ് കൂടി അറിയണം. സത്യം അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താം. അപ്പോൾ വീണ്ടും பார்க்கலாம். നന്ദി, നമസ്കാരം.